ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ സ്നേഹിതരെ, എല്ലാവർക്കും പ്രഭാതവന്ദനം. ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മറ്റൊരു സവിശേഷത ആത്മനിയന്ത്രണം എന്നുള്ളതാണ്. സെൽഫ് കൺട്രോൾ. മാതാവിന് ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ കുലീനയായ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളോട് ചിലതിനോട് നോ എന്ന് പറയുവാനും ചിലതിനോട് ആമീൻ അപ്രകാരം എന്ന് പറയുവാനും തക്കവണ്ണം ഈ പെൺകുട്ടിക്ക് സാധിച്ചു. ഗലാത്യലേഖനം 5-ാം അധ്യായം 20-21 വേദഭാഗങ്ങളിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ 22-23 വാക്യങ്ങളിൽ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ 2 വഴികളാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്: ജഡീക പ്രവൃത്തികളും ആത്മാവിൻ്റെ ഫലങ്ങളും. ആത്മാവിൻ്റെ ഫലങ്ങളിൽ ഒരു മനുഷ്യനിൽ രൂപപ്പെടണമെങ്കിൽ ദൈവാംശം ആ മനുഷ്യനിൽ ഉണ്ടാകണം. ദൈവാംശം ഉണ്ടാകുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുകയും അത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമുക്ക് കാണാം. ജഡീക പ്രവൃത്തികളോട് അതിനെ ആത്മാവിൻ്റെ പ്രവൃത്തികൾ കൊണ്ട് ആ തൃഷ്ണയെ ഇല്ലാതാക്കുന്നു, ആ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കുന്നു. അതുകൊണ്ടാണ് അമ്മയുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് ഒരു സെൽഫ് കൺട്രോൾ, ആത്മനിയന്ത്രണം നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ അനുദിന ജീവിതത്തിലും ഈ ആത്മനിയന്ത്രണം ആവശ്യമാണ്. അത് ദൈവാംശം നമ്മളിൽ നിറയുമ്പോഴാണ് ആത്മനിയന്ത്രണം നമുക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് ഈ പരിശുദ്ധ അമ്മ നമുക്ക് മാതൃകയാകുന്നു. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമീൻ.